ലബൂബുകാരനെ ഒപ്പിച്ചു വിട്ടപ്പോൾ ദേ വരുന്ന മെർമെയ്ഡുകാരി. ലബൂബ് കണ്ണുരുട്ടിയ ക്യൂട്ട്നെസ് ഒന്നും മെർമെയ്ഡ് കണ്ണുരുട്ടിയ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എന്നാൽ പിന്നെ എയർ ഡ്രൈ ക്ലേ പിടിക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫൈനൽ പ്രൊഡക്റ്റ് നന്നാവാനും നന്നാവാതിരിക്കാനുള്ള ചാൻസ് 50-50 ആണ്. വളരെ പണ്ട് ചപ്പാത്തി മാവ് കട്ടെടുത്തുകൊണ്ട് വന്ന് അതുകൊണ്ട് പാമ്പിനെയും പുഴുവിനെയും പൂമ്പാറ്റിനെയൊക്കെ ഉണ്ടാക്കിയ ഒരു കോൺഫിഡൻസിലാണ് കേട്ടോ ഞാനത് തൊട്ടത്. പക്ഷെ ഉള്ളത് പറയണമല്ലോ, ആ കോൺഫിഡൻസ് എവിടെയും എത്തില്ല. ഇതിന് എക്സ്പീരിയൻസ് തന്നെ വേണം. നമ്മളൊരല്പം കൂടുതൽ പ്രഷർ കൊടുത്താൽ ഇത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോകും. ആസ് എ ബിഗിനർ മെർമെയ്ഡിൽ തുടങ്ങണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടാ. പക്ഷേ എന്തായാലും തൊട്ടു. ഇനി കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് കഴിയുന്നത്ര ഭംഗിയാക്കുക എന്ന ഇൻറ്റൻഷനിൽ ഞാൻ വീണ്ടും തുടരുകയാണ് കേട്ടോ. പക്ഷേ ഇത് വീണ്ടും വീണ്ടും എൻ്റെ കോൺഫിഡൻസ് തകർത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഉണ്ടാക്കും, കാരണം ആഗ്രഹിച്ചു പോയി. നന്നായില്ലെങ്കിൽ നന്നാവണ്ട, അടുത്ത പ്രാവശ്യം നന്നാക്കാമല്ലോ. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി നന്നായിട്ട് ക്ലേ കൊണ്ട് ആർട്ട് ചെയ്യുന്ന ചാനൽസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒക്കെ പിന്നിൽ എത്രത്തോളം എഫേർട്ട് ഉണ്ടെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് ചില്ലറ പണിയൊന്നുമല്ല. ഇതിൻ്റെ ഒരു ABCD എങ്ങനെയായിട്ടും മനസ്സിലാവണില്ല. ഒന്നെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് മാറും, അല്ലെങ്കിൽ ഇതങ്ങ് ഒട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ ഇത് കിട്ടത്തില്ല. എന്താണ് ഇതിൻ്റെ ഗുട്ടൻസ് എന്ന് പഠിച്ചെടുത്തേ പറ്റൂ. എന്തായാലും എൻ്റെ ഒരു ടാർഗറ്റ് ലിസ്റ്റിൽ ഞാൻ ഇതുകൂടി ആഡ് ചെയ്തു. ക്ലേ മോൾഡിങ് പഠിക്കണം. എൻ്റെ 1/4 മണിക്കൂർ നേരത്തെ എഫേർട്ടാണ് കേട്ടോ നിങ്ങളൊരു ചെറിയ ഷോട്ടിലൂടെ കാണുന്നത്. എന്തായാലും ഞാനൊരു കാര്യം മനസ്സിലാക്കി. നമ്മൾ ഈ ഷോർട്സിലൊന്നും കാണുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല ഈ ഒരു ക്ലേ മോൾഡിങ് എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് ഈ ഒരു ഹെയർ ഫിക്സ് ചെയ്യാനാണ് കേട്ടോ. എത്ര ശ്രമിച്ചിട്ടും എൻ്റെ കയ്യിൽ ഇത് അങ്ങോട്ട് ഒതുങ്ങണില്ല. എന്താണ് ഇതിൻ്റെ ഗുട്ടൻസ് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇനി ഓരോ ഈ ഹെയറും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഡ്രൈ ആക്കാൻ വെക്കണമായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ക്ഷമ നശിച്ചപ്പോൾ ഞാനിത് എല്ലാം കൂടി അങ്ങ് ഫിക്സ് ചെയ്തിട്ട് അവസാനം അതിൽ നിന്ന് എനിക്ക് വേണ്ടാത്ത ഭാഗമൊക്കെ അങ്ങ് മുറിച്ചെടുത്ത് ഒരു കണക്കിന് അതങ്ങ് ഷേപ്പ് ചെയ്തെടുത്തു. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഒരിക്കലും ഇതായിരുന്നില്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച മെർമെയ്ഡും ഇതായിരുന്നില്ല. എന്നാൽ ഒരു മെർമെയ്ഡിനെ ഉണ്ടാക്കിയല്ലോ എന്നുള്ളൊരു സന്തോഷവും എനിക്കില്ലാതില്ല കേട്ടോ. എൻ്റെ ക്ഷമ നശിച്ചത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഷെൽസ് ഉപയോഗിച്ചിട്ടാണ് ബാക്കി പരിപാടി ചെയ്തത്. മെർമെയ്ഡിൻ്റെ തലയിൽ വെക്കാനൊക്കെ ഞാൻ ഷെല്ലാണ് കേട്ടോ ഉപയോഗിച്ചത്. ഒരു സ്റ്റാർ കൂടി ഉണ്ടാക്കിയാൽ ഒരു പക്ഷേ എൻ്റെ കോൺഫിഡൻസ് എല്ലാതും അങ്ങ് പോകും. എന്താണ് ഇതിൻ്റെ ഡിഫക്റ്റ് എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതുണ്ടാക്കിയതിനേക്കാൾ ഏറെ കഷ്ടപ്പെടായിരുന്നു സത്യം പറഞ്ഞാൽ കൺവിൻസ് ചെയ്യാൻ. അവസാനം ഞാനങ്ങ് പറഞ്ഞു, ഇതൊരു മുത്തശ്ശി മെർമെയ്ഡാണ്. സുന്ദരി മെർമെയ്ഡിന് വയസ്സായ ഇതുപോലെ ഇരിക്കും. ഇനി ഒരിക്കൽ സുന്ദരി മെർമെയ്ഡിനെ ഉണ്ടാക്കി തരാമെന്ന്.